ഓടുന്ന വഴിക്ക് വണ്ടി സ്റ്റിയറിംഗ് സ്ട്രക്കായി കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഈ വണ്ടിക്ക്. 2 ആഴ്ച മുമ്പ് എടുത്തിരിക്കുന്ന ഒരു ടാറ്റ ആൽട്രോസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ വണ്ടിയുടെ ഓണറും നമ്മൾ എടുത്തിട്ടുണ്ട്. വണ്ടി ആകെ ഈ 2 ആഴ്ച കൊണ്ട് ഓടിയിരിക്കുന്നത് 660 കിലോമീറ്റർ ആണ്. ഇദ്ദേഹം ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വണ്ടി എന്ന് പറയുന്നത് ടാറ്റ ടിയാഗോ ആണ്. ആ ടിയാഗോ അറൗണ്ട് 8 വർഷം ഇദ്ദേഹം ഉപയോഗിച്ചിട്ടാണ് ആ വണ്ടിയിൽ നിന്ന് നെക്സ്റ്റ് ഒരു വണ്ടി ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്, ഈ ആൽട്രോസിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ടാറ്റ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളല്ല. ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ രീതികൾ എങ്ങനെയാണ്, അതായത് എത്രത്തോളം സ്മൂത്താണ്, ഇതിൻ്റെ ഷിഫ്റ്റിംഗ് എങ്ങനെയാണ്, ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ധാരണയുള്ള ഒരാളാണ്. ടാറ്റ ഈ വണ്ടി കൊടുത്തതിന് ശേഷം ഈ വണ്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ അതെന്താന്നുള്ളത് അതിൻ്റെ ഓണർ തന്നെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതാണ്. 23-ന് ഇവർ വണ്ടി കൊണ്ടുവന്നു കഴിയുമ്പോൾ തന്നെ വണ്ടിയുടെ ഇറങ്ങി നോക്കിയപ്പോൾ തന്നെ വണ്ടിയുടെ ബീഡിങ് വിട്ടു നിൽക്കുന്നതായി കണ്ടു. അപ്പോൾ അത് ഞാൻ അപ്പം തന്നെ അവരോട് പറഞ്ഞിരുന്നു, ബീഡിങ് ഇങ്ങനെ പ്രശ്നമുണ്ട്, അത് കാണിച്ചു കൊടുത്തു. അപ്പം തന്നെ അവർ വീഡിയോ എടുത്തു. അപ്പോൾ അവർ പറഞ്ഞത് അത് വണ്ടി വാഷ് ചെയ്തപ്പം പിന്നെ അത് പൊളിഞ്ഞതാണ്. ഞാൻ ചോദിച്ചു, വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ വണ്ടി പൊളിയാ, ഇത് കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടി പൊളിയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചു. അപ്പോൾ എനിക്ക് അതിൽ തന്നെ ഡൗട്ട് കുടുങ്ങി. പിന്നെ വണ്ടിയുടെ ഓരോ പാർട്സും കംപ്ലീറ്റ് കാര്യങ്ങളും ചെക്ക് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ കണ്ണൂർ പയ്യാവൂരൊരു കല്യാണത്തിന് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയായിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കല്യാണത്തിന് പുറപ്പെടുകയാണ്. അപ്പോൾ വണ്ടി എടുത്ത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റിയറിംഗ് ഒരു ടൈറ്റ് പോലെ തോന്നി. അതേപോലെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യുന്ന അവസരത്തിലും നല്ല ടൈറ്റായിരുന്നു. പിന്നെ രണ്ടാമത് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന അവസരത്തിൽ പിന്നെ 4th ഗിയറിലേക്ക് വണ്ടി പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഗിയർ വീഴാതെ വന്നു, കർ എന്ന് പറഞ്ഞൊരു സൗണ്ടിൽ നിൽക്കുക. അങ്ങനെ 3-4 വട്ടം ക്ലച്ച് ചവിട്ടി കഴിയുമ്പോഴാണ് ഒരു തവണ ഈ വണ്ടി 4th ഗിയറിലേക്ക് വീഴുക. പിന്നീട് ഇപ്പം അങ്ങോട്ട് പോയപ്പോൾ ഇതേ അവസ്ഥ തന്നെയായി. അപ്പം വീണ്ടും ഞാൻ ടോപ്പ് ഗിയറിൽ നിന്ന് നേരെ 5th ഗിയറിലേക്ക് ചേഞ്ച് ചെയ്ത് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു. സ്റ്റിയറിംഗും അതേപോലെ ഗിയർ ചേഞ്ചിങ്ങും നല്ല ടൈറ്റാണ് വരുന്നത്. അതേപോലെ ഗിയർ ചേഞ്ച് ചെയ്യുന്ന അവസരത്തിൽ നല്ല സൗണ്ടും വരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ വണ്ടി മൂവ് ചെയ്ത് കഴിയുമ്പോൾ സാധാരണഗതിയിലെ വണ്ടി ടിയാഗോ വണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഗിയർ ചേഞ്ച് ചെയ്ത് 4th 5th നമ്മൾ എഞ്ചിന് തീരെ സൗണ്ട് കുറവാണ് വരുന്നത്. പക്ഷേ ഈ പുതിയ വണ്ടി ആൾട്രോസ് എടുക്കുമ്പോൾ ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്ത് പോകുന്നതനുസരിച്ച് 5th എത്തുമ്പോഴത്തേന് എഞ്ചിൻ സൗണ്ട് കൂടി വരിക. അപ്പോൾ ഭയങ്കര സൗണ്ടാണ്. നമുക്ക് AC ഇട്ട് പോകുമ്പോൾ തന്നെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സൗണ്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഒരു സ്റ്റിയറിംഗ് വൈബ്രേഷൻ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സ്റ്റിയറിംഗ് ഇടയ്ക്കിടയ്ക്ക് സ്ട്രക്ക് ആവുന്നുണ്ട്. വളവൊക്കെ തിരിയുമ്പോൾ ഗിയർ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ 3rd അതേപോലെ 2nd ഗിയർ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഗിയർ പിന്നെ സ്റ്റിയറിംഗ് നല്ല സ്ട്രക്കായി പോവുക. അപ്പോൾ തിരിയാൻ പറ്റുന്നില്ല, നല്ല എഫർട്ടാണ്. അപ്പോൾ മോനി വണ്ടി ടിയാഗോ വണ്ടി ഓടിച്ചിട്ട് മോനി വണ്ടി ഇടയ്ക്ക് മാറിയിട്ട് തിരിച്ച് പോരുന്ന വഴിക്ക് മോനോടിച്ച് കുറച്ച് കഴിഞ്ഞ് തന്നെ അവൻ കൈ കഴിച്ച് അവൻ മടുത്തിട്ട് അവൻ നിർത്തി. പിന്നീട് ഞാൻ തന്നെ വണ്ടി ഓടിച്ച് പോരുക ചെയ്തത്. കാരണം എനിക്ക് ജീപ്പ് പിന്നെ ഓഫ് റോഡ് ജീപ്പ് ഓടിച്ച് 96 മുതലുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പുതിയ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ഓടിക്കുന്നതാണ്. അപ്പോൾ ആ കുന്നുമലയെല്ലാം കയറി 4 വീലർ ആണ് വണ്ടി. അപ്പോൾ ഒരുപാട് കുന്നുമലയും ലോഡെല്ലാം കയറ്റിക്കൊണ്ട് പോയ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ആ വണ്ടി ഓടിച്ചുകൊണ്ട് എനിക്ക് ഈ വണ്ടി ഏത് വണ്ടി ഓടിക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ വണ്ടി കൊണ്ടുവന്ന് അതേപോലെ ആ വിവരങ്ങളെല്ലാം ഇതേപോലെ കമ്പനിക്കാരെ അറിയിച്ചു. പക്ഷേ അവരെ അടുത്തുനിന്ന് വേണ്ട രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടായില്ല. അതേപോലെ തന്നെ ഗ്ലാസ് പിന്നെ ഡ്രൈവറുടെ ഓപ്പോസിറ്റ് സൈഡ് ഗ്ലാസ് ബീഡിങ്ങിൻ്റെ പുറത്തേക്കാണ് വരുന്നത് ഉയർത്തുമ്പോൾ. അപ്പോൾ ആ ഗ്ലാസ് പിന്നെ ബീഡിങ്ങിൻ്റെ ഉള്ളിൽ വരേണ്ട ഗ്ലാസ് ബീഡിങ്ങിന് പുറത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മഴ പെയ്താൽ വെള്ളം വണ്ടിയുടെ ഉള്ളിലേക്ക് വീഴും. ആ ഒരു അവസ്ഥയിലാണ് ഈ വണ്ടിയുള്ളത്. വണ്ടി മൂവ് ചെയ്ത് പോകുന്ന അവസരത്തിൽ ഗിയർ ചേഞ്ച് ചെയ്ത് വരുന്നതനുസരിച്ചിട്ട് ആ പിന്നെ ടൈറ്റ് പിന്നെ ഫസ്റ്റ് ഗിയർ തുടങ്ങി അത് റിവേഴ്സ് ഗിയറിലേക്ക് വന്ന് ചാടും. ചിലപ്പോൾ റിവേഴ്സ് ഗിയർ എടുക്കുമ്പോൾ നല്ല ടൈറ്റ് വരും. അതുപോലെ തന്നെ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ടോപ്പ് ഗിയറിലേക്ക് ആ ടൈറ്റ് കയറി വരും. അപ്പോൾ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ ഇതേവരെ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് ഈ കമ്പനിയുടെ ഈ ആൾട്രോസ് വണ്ടി പുതിയ ആൾട്രോസിൻ്റെ മെത്തേഡുകൾ കമ്പനി ടെക്നീഷ്യന്മാർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പരിശീലനം കിട്ടിയവർ ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു. കാരണം അത് ചെക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചാൽ തന്നെ ഇത്ര ടിയാഗോ ഓടിച്ച് ഇത്ര 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ഈ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫാൾട്ടെല്ലാം അപ്പം തന്നെ മനസ്സിലായി. അപ്പോൾ ഒരു സർവീസ് സെൻറ്ററിൽ വരുന്ന ഒരു പിന്നെ കമ്പനിയുടെ ടെക്നീഷ്യന്മാർക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് ഇതൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ നമ്മളെ ചീറ്റ് ചെയ്തു വണ്ടി കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ അതുപോലെ വണ്ടിയുടെ ടയർ ആണെങ്കിലും പഴയ പോലെ തോന്നുന്നത്, വണ്ടി കുറേ കിലോമീറ്റർ ഓടിയ പോലെയാണ് ബാക്ക് ടയർ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അവരെ ഇൻഫോം ചെയ്തെങ്കിൽ അവരെ കാര്യത്തിൽ യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതനുസരിച്ച് വണ്ടിക്ക് പിന്നെ ഒരുപാട് ഫാൾട്ടും കാര്യങ്ങളും പോകുന്ന വഴി തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ക്ലച്ച് നമ്മൾ കയറ്റം കയറുമ്പോൾ ക്ലച്ച് കരിഞ്ഞ് മണക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ ഇതിലൊക്കെ വിളിച്ച് വിവരം പറയുകയും ധരിപ്പിക്കുകയും ചെയ്തെങ്കിലും അവരെ വേണ്ട രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പം തുടർന്ന് നിയമപരമായിട്ടുള്ള വഴിയിൽ കൂടി പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൺസ്യൂമർ കോർട്ട് മുഖാന്തരം നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പല കാര്യത്തിലും വണ്ടി ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളത്. അപ്പം സ്വന്തമായിട്ട് എനിക്കല്ല ഇപ്പോൾ വേറെ ആർക്കും വണ്ടി ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. കാരണം പല പാട്ടും കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഓടുന്ന വഴിക്ക് വണ്ടി സ്റ്റിയറിംഗ് സ്ട്രക്കായി കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഈ വണ്ടിക്ക്. പുതിയൊരു വണ്ടി എടുത്ത് നമ്മൾ പോകുമ്പോൾ അത് സ്മൂത്തായിട്ട് നല്ല രീതിയിലും കൊണ്ടുപോകണം, അല്ലെങ്കിൽ കംപ്ലയിൻറ്റുകൾ വരരുത്. അപ്പോൾ 8 വർഷം ആകുമ്പോഴത്തേനും വണ്ടിക്ക് പിന്നെ കംപ്ലയിൻറ്റ് കൂടും. അതുകൊണ്ട് നമ്മൾ വഴിയിൽ കിടക്കാത്ത രീതിയിൽ ഒരു പുതിയ വണ്ടി എടുക്കുന്നത്, പോകാതെ യാത്ര സുഖമായിട്ട് കംഫർട്ടബിൾ യാത്രയ്ക്കാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. പക്ഷേ ഈ വണ്ടിക്ക് നമുക്കിപ്പോൾ കൂടുതൽ പിന്നെ ഏത് നിമിഷം ഒരു ആക്സിഡന്റിലേക്ക് സംഭവിക്കാത്ത വണ്ടി തന്നെ നമുക്ക് പണി തരുന്ന രീതിയിലായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ കമ്പനി ഒരു കാരണവശാലും ഇത്തരത്തിലൊരു വണ്ടി ഇങ്ങനെ ഇറക്കരുതായിരുന്നു. കമ്പനിയുടെ ഭാഗത്തുനിന്ന് അതേപോലെ ഡീലർമാരായിരുന്നു ഗുരുതരമായ വീഴ്ചയാണ് ഞാൻ വാങ്ങിയ ഈ വണ്ടിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് പിന്നെ ഇനിയൊരു പുതിയ
നിയമ നടപടികൾ ഏത് രീതിയിൽ ഞാൻ നീങ്ങാനുള്ള പരിപാടിയാണുള്ളത്. അത് നിയമപരമായിട്ട് തന്നെ കൺസ്യൂമർ കോർട്ട് മുഖാന്തരം സാറിനുണ്ട് എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും. സാധാരണ ഒരു യൂസ്ഡ് കാറൊക്കെ എടുത്തിട്ട് പണി മേടിക്കേണ്ട പ്രശ്നമൊന്നും വേണ്ട. ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ടെൻഷനായിട്ട് നടക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ ന്യൂ കാർ എടുക്കുന്നത്. ഒരു ന്യൂ കാർ എടുത്തപ്പോൾ ഉള്ളൊരു അനുഭവമാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവർ ഈ പിന്നെ സുരേഷ് ആൻഡ് ടീമിനെ PDA ചെക്കിങ്ങിന് വേണ്ടി വീണ്ടും വിളിക്കാനുള്ള കാരണം വെച്ചാൽ കമ്പനിയിൽ നിന്ന് എനിക്ക് യാതൊരുവിധ റെസ്പോൺസും വരാത്ത ഒരു സാഹചര്യത്തിലും അവർ തന്ന കാര്യങ്ങൾ പല ഡൗട്ടും വന്നുകൊണ്ടാണ് എനിക്ക് ഇവരെ സ്വകാര്യമായിട്ടൊരു PDA ചെക്കിങ് വണ്ടിക്ക് നടത്തി ഫാൾട്ടുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവരെ വിളിക്കേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടായത്. ഇത് കമ്പനിയുടെ ഭാഗത്ത് കമ്പനി PDA ചെക്ക് നടത്തി വിടുന്നതാണ്. അപ്പോൾ അവരുടെ കമ്പനിയുടെ PDA ചെക്ക് ലിസ്റ്റെല്ലാം വെച്ച് ഇനി വെരിഫൈ ചെയ്യേണ്ടി വരും എന്തുമാത്രം അവർ ചെയ്തു നോക്കി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുറമേ നിന്ന് ഇങ്ങനെ ഒരാളെ വിളിക്കേണ്ട ഗതികേട് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കമ്പനിയുടെ സർവീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയാണ്. ഗുരുതരമായ ഒരു പിന്നെ പ്രത്യാഘാതമാണ് ഇതുമൂലം എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പിന്നെ എല്ലാവരും മനസ്സിലാക്കണം. കാരണം ഈ ഇത്തരം പിന്നെ ടാറ്റയുടെ ഡീലർഷിപ്പ് അല്ലെങ്കിൽ ഇവർ ഈ ടാറ്റ മറീന മോട്ടോഴ്സ് ഇപ്പോൾ ഗോകുലം മോട്ടോഴ്സ് ആക്കിയിരിക്കുന്ന ഇവർ ഈ താമരശ്ശേരി കോഴിക്കോട് പന്തിരങ്കാവ് സർവീസ് സെൻ്ററുകൾ ഇവരൊന്നെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടിയിട്ട് ടാറ്റയുടെ വണ്ടി ഒഴിവാക്കി വേറെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നൊരു സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഇത്തരം സർവീസ് ടാറ്റയുടെ വണ്ടിക്ക് വീഴ്ച വരുന്നതും ഒക്കെ മറ്റ് കമ്പനിക്കാരുടെ അടുത്ത് ഇവർ പൈസ വാങ്ങിയിട്ട് പണം വാങ്ങിയിട്ട് ടാറ്റയുടെ വണ്ടികൾ മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമത്തിന് ഫലമായിട്ടാണോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവരുടെ ഈ പ്രവർത്തനമൊക്കെ കാണുമ്പോൾ. തീരെ സർവീസ് നമുക്ക് ചെയ്തു തരുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ വണ്ടി എടുത്തോ, നിങ്ങൾ കൊണ്ടുപോയിക്കോ, ഞങ്ങൾക്ക് ഇതേ ചെയ്തു തരാൻ പറ്റുമെന്നൊരു മനോഭാവമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ ഞാൻ സർവീസിന് വേണ്ടിയിട്ട് വണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ സർവീസ് പിന്നെ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ 4th ഗിയർ ക്ലച്ച് അവർ പരിഹരിച്ചു എന്നോ യാതൊരുവിധ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇവർ എനിക്ക് തന്നിട്ടില്ല ഇതുവരെ. പലവട്ടം ഞാൻ താമരശ്ശേരി മാനേജറുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അയാൾ നിങ്ങളുടെ വീട്ടിൽ ഞാൻ എത്തിച്ചേരുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയായിട്ട് കഴിഞ്ഞ 25-ാം തീയതി കമ്പനിയിൽ നിന്ന് ഡ്രൈവർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയതാണ് താമരശ്ശേരി സർവീസ് സെൻ്ററിൽ. തന്നെയല്ല കമ്പനിയിൽ തന്നിരിക്കുന്ന പ്രകാരം നമ്മൾ റേറ്റ് ഏകദേശം 10-35,000 രൂപ കമ്പനിയുടെ കൈവശം കൂടുതലിരിക്കുക. അതുപോലെ തന്നെ വണ്ടിയുടെ അടിയിൽ അണ്ടർ കോട്ടിങ് ടഫോൺ കോട്ടിങ് ഒന്നും ചെയ്തിട്ടില്ല. വണ്ടിയുടെ അടിയിൽ തുരുമ്പ് അതേപോലെ ഇപ്പോൾ കയറി തുടങ്ങി കാണാം. ഇതിൻ്റെ ഒക്കെ ചെയ്തു തരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് പൈസ വാങ്ങിച്ചതാണ്. ആ പൈസ ഒക്കെ ഓൾറെഡി അവരുടെ അടുത്ത് ഇരിക്കുക പണം. അപ്പോൾ ഇതൊന്നും ചെയ്തു തന്നിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് വെച്ച് ചെയ്യേണ്ട ഗതികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 സർവീസ് സെൻ്ററിലും പിന്നെ ടാറ്റയുടെ സർവീസിങ് പറ്റ മോശമാണ്. അപ്പോൾ അത് ടാറ്റയുടെ കമ്പനിയായി ബന്ധപ്പെട്ട് ഞാനത് പിന്നെ കംപ്ലയിൻറ്റ് കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ നിയമ നടപടികൾ അതേപോലെ അതും ഞാൻ സ്വീകരിക്കും. അത് മുമ്പോട്ട് പോകും. ഒരു യൂസ്ഡ് കാർ എടുത്തിട്ട് പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സാധാരണ ആളുകൾ ന്യൂ കാറിലേക്ക് പോകുന്നത്. ന്യൂ കാർ എടുത്തിട്ട് ഒരു 600 കിലോമീറ്റർ ഓടിയ വണ്ടീൻ്റെ അനുഭവമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ഞങ്ങളെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത് ഒരു വണ്ടി എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ആ വണ്ടിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് സ്വയം മനസ്സിലായി. കാരണം ഇദ്ദേഹം ഇതിനു മുമ്പേ ടിയാഗോ 8 കൊല്ലത്തോളം ഉപയോഗിച്ച ഒരാളാണ്. അങ്ങനെ ഞങ്ങൾ വന്നതിന് ശേഷം വണ്ടി പ്രോപ്പറായിട്ട് ഇൻസ്പെക്ഷൻ നടത്തി അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ട് ഒരു ഇൻസ്പെക്ഷൻ റിപ്പോർട്ടായിട്ട് തന്നെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് ലീഗലി മുന്നോട്ട് പോകാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്.